സംസ്ഥാനം കൊടും ചൂടിൽ പുനലൂരിലും ചൂട് അസഹനീയമാണ്. 39 ഡിഗ്രിയോട് അടുക്കുകയാണ് ഇവിടെ ചൂട്. മനോജ് അപ്പുക്കുട്ടൻ വിവരങ്ങളുമായി ചേരും. മനോജ്, നമുക്കറിയാം എല്ലാ തവണയും ഒരുപക്ഷെ പാലക്കാടിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന ചൂടിലേക്ക് എത്തുന്ന ഒരു നഗരമാണ്, ഒരു പ്രദേശമാണ് പുനലൂർ. അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല എന്നാണോ? രഞ്ജിത്ത്, ഇക്കുറി പാലക്കാടിനെ കിടത്തി കേൾക്കാമോ മനോജ്? പുനലൂരിൽ കേൾക്കാമോ മനോജ്? കേൾക്കാമെങ്കിൽ പറയാം. രഞ്ജിത്ത്, അതിശക്തമായ ചൂടാണ്. ഇല്ല മനോജ്, പ്രശ്നമുണ്ട്. ടെലിഫോൺ ബന്ധത്തിൽ പ്രശ്നമുണ്ട്, റേഞ്ചിന്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. ഏതായാലും വലിയ ചൂട് അനുഭവപ്പെടുന്നു പുനലൂരിൽ എന്നുള്ളതാണ്. 39 ഡിഗ്രിയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു അസഹനീയത വളരെ വലുത് തന്നെയാണ്. മനോജ് വിവരങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും പുനലൂർ പോലെയുള്ള ഒരു പ്രദേശം പലപ്പോഴും വർഷങ്ങളായി തന്നെ കൊടും ചൂടിൻ്റെ വേനൽക്കാലത്ത് പിടിയിൽ അമരുന്ന ഒരു പ്രദേശം കൂടിയാണ്. മനോജ്, കേൾക്കാമെങ്കിൽ തുടരാം. അതിശക്തമായ ചൂടാണ് രഞ്ജിത്ത് പുനലൂരിൽ അനുഭവപ്പെടുന്നത്. 2 ദിവസം മുമ്പ് 39 ഡിഗ്രി അധികം ചൂട് രേഖാചൂടമായി പുനലൂർ മാറിക്കഴിഞ്ഞു. റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏപ്രിൽ മാസത്തിൽ ഇത്രയധികം ചൂട് ഉണ്ടായിട്ടില്ല. ഇതാദ്യമായാണ് 39 ഡിഗ്രി സെൽഷ്യസ് ചൂട് പുനലൂരിൽ രേഖപ്പെടുന്നത്. ചൂട് കഠിനമായതോടെ മനോജാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പുനലൂരിലെ ചൂട് സഹിക്കാവുന്നതിന്റെ പരിധി കവിയുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് മനോജ് ഇപ്പോൾ നൽകുന്നത്. ഇതിനിടയിൽ പാലക്കാട്ടേക്ക് പോയാൽ അവിടെ വേനൽ ചൂട് അവിടെയും കടക്കുകയാണ്. ഇന്നലെ രാവിലെ 8 മണിക്ക് തന്നെ കൊല്ലങ്കോട് താപനില 30 ഡിഗ്രി സെൽഷ്യസ് കടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ ആലോചിക്കണം. 10 ആയപ്പോഴേക്ക് അത് 35.9 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് 39 ഡിഗ്രി സെൽഷ്യസും 3 മണിയോടെ ഏറ്റവും ഉയർന്ന താപനിലയായ 39.9, അതായത് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് പാലക്കാട്ടെ താപനില ഉയരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊന്ന് ആലോചിക്കണം. വൈകുന്നേരം 4:45 ആയപ്പോഴും ഇതേ ചൂട് തുടർന്നു, 40 ഡിഗ്രിക്ക് അടുത്ത് ചൂട് തുടർന്നു എന്നുള്ളതാണ് പാലക്കാട്ടെ സാഹചര്യം. ഏതായാലും ജനങ്ങൾ വലിയ ആശങ്കയിലും വലിയ ബുദ്ധിമുട്ടിലുമാണ്. നമുക്കറിയാം ചൂടത്തൊക്കെ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. പോലീസുകാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർമാർ, ഒപ്പം തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ഒപ്പം സ്കൂളുകളിലേക്ക് മറ്റും പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പ്രശ്നമുണ്ടാകും. ജോലിക്ക് പോകുന്നവരുണ്ടാകാം. സൂര്യാഘാതമടക്കം ഉള്ള പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവെക്കുന്നുണ്ട്. ആവശ്യമായ വെള്ളം കരുതുക, പരമാവധി കുട ഉപയോഗിക്കുക, വെയിലടിക്കാതിരിക്കാൻ, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ കുട അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക, വെയിലത്ത് കഴിവതും യാത്രകൾ കുറയ്ക്കുക എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെയും മറ്റും ഭാഗത്തു നിന്ന് ഉള്ളത്. വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒന്നായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.